സ്നേഹവാനായ ദൈവമേ, നല്ലവനായ കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ശ്രീവാ പെരുന്നാളിന് ശേഷമുള്ള രണ്ടാം ഞായറാഴ്ച കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. ഞങ്ങൾ വായിച്ചതായ തിരുവചനങ്ങളിൽ നിന്ന് കിട്ടിയതായ നല്ല ഉൾക്കാഴ്ചകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ സമയക്കുറവുകൊണ്ട് ശ്രദ്ധിക്കാതെ പോയതും മാറ്റിവെച്ചതുമായ തിരുവചന പഠനം ഇന്ന് വീണ്ടും പുനരാരംഭിക്കുന്നു. ഞങ്ങൾ ഇന്നലെ വായിച്ച് പഠിച്ചതായ ആ വേദഭാഗങ്ങളിൽ ഇനിയും ശേഷിച്ചിരിക്കുന്ന കഷ്ണങ്ങൾ പേർക്ക് ഞങ്ങളുടെ അടുത്ത ജീവിതയാത്രയ്ക്ക് ആവശ്യമുള്ള ഉൾക്കാഴ്ചകളും അനുഗ്രഹങ്ങളും മാർഗദർശനങ്ങളും ലഭിക്കാൻ നിങ്ങളെ സഹായിക്കണമെന്ന്. കുരിശ് വരുന്ന വഴി, കുരിശെടുത്തുകൊണ്ട് പോകുന്ന വഴി, കുരിശെടുത്ത് കിരീടം പ്രാപിക്കാൻ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന മനോഭാവം, ഈ മൂന്ന് കാര്യങ്ങൾ ഞങ്ങളുടെ ആത്മീയ പിതാക്കന്മാരെ എങ്ങനെ സ്വർഗത്തിലെത്തിച്ചു, അവരെ എങ്ങനെ പതീശയിലെത്തിച്ചു, ഞങ്ങൾക്ക് ആ സ്ഥാനത്തെത്തി തലയായ കർത്താവിന് ചെയ്യുന്ന ഒടുവിൻ്റെ അവയവങ്ങളായി മാറി ജനസഭയോടുവാൻ നിങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രീ കരയേറ്റുവാനായിട്ട് തന്നെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 5 മുതൽ 12 വരെ ഇന്നലെ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ വായിച്ചു കേട്ടു. ഒരു യേശു ഗലീല തടാകത്തിന് അക്കരെ പോയപ്പോൾ ശിഷ്യന്മാർ അപ്പം എടുക്കാൻ മറന്നുപോയ കാര്യം നമ്മൾ ഇന്നലെ കേട്ടു. മറവിയുള്ള സഹപ്രവർത്തകരോടുള്ള ജീവിതത്തിലെ കുരിശ് വരുന്ന ഒരു വഴി. ആദാമിൻ്റെ കാലം മുതൽ ഈ കാലം വരെ എല്ലാ തലമുറകളിലും എല്ലാ പ്രായക്കാർക്കും വരുന്ന ഒരു അസുഖമാണ് മറവി. മറവിയുടെ പുറകിൽ തിന്മയുടെ സാന്നിധ്യം കൂടി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നു. ഓർക്കേണ്ട കാര്യങ്ങൾ ഓർക്കുവാനും മറക്കേണ്ട കാര്യം മറക്കുവാനും നമുക്ക് കഴിവ് നൽകുന്നത് പരിശുദ്ധാത്മാവാണെന്ന കാര്യം നമ്മൾ കേട്ടു. പരിശുദ്ധാത്മാവിന് മാത്രമാണ് നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് കൃത്യസമയത്ത് ഓർപ്പിക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യോഹന്നാൻ 14:26 നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്ക് അവകാശമുള്ളപ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ആ സ്ഥിതി തലതിരിഞ്ഞു പോകും. മറക്കേണ്ട കാര്യം ഓർക്കും, ഓർക്കേണ്ട കാര്യം മറക്കും. അങ്ങനെ ജീവിതം സ്വയത്തിൽ ആശ്രയിച്ച് പാതാളത്തിലേക്ക് പോയി മൃത്യു നമ്മളെ മേയ്ക്കും, പാതാളം പാർപ്പിടമായി തീരും എന്നുള്ള കാര്യം 49 സങ്കീർത്തനം 13 വാക്യം അന്വർത്ഥമായിത്തീരുകയാണ്. അപ്പോൾ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരിലും ഓർക്കേണ്ടത് മറക്കാനും മറക്കേണ്ടത് ഓർക്കാനും പ്രേരിപ്പിക്കുന്ന തിന്മയുടെ സാന്നിധ്യം, തിന്മയുടെ അവകാശങ്ങൾ താളം തെറ്റിക്കുന്ന ജീവിതം. അങ്ങനെയുള്ളവരെയും കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നതിന് നാൾതോറുമുള്ള കുരിശിൻ്റെ ഒരു ഭാഗമാണെന്ന് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നു. 12 ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്തതായ വചനങ്ങൾ അവർ 100% ഓർത്തില്ല. അവർക്കത് 100% ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അത് കർത്താവിനോട് സഹകരിച്ച് കർത്താവിനെ സന്തോഷിപ്പിക്കാൻ ഉതകുകയുമില്ല. അങ്ങനെ നമ്മൾ ആർക്കെല്ലാം കുരിശുണ്ടാക്കിയിട്ടുണ്ട്, നമുക്കാരെല്ലാം കുരിശുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ കുരിശുകളുടെ മധ്യത്തിൽ നമ്മൾ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് വേല തികച്ച് ഉയർപ്പിൻ്റെ അനുഭവത്തിൽ എത്തിയോ എന്നാണ് നമ്മൾ ഈ ശ്രീവായ്ക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സ്വയപരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. 12 അപ്പോസ്തലന്മാരിൽ യേശുവിനെ മാറിൽ ചാരിയ യോഹന്നാന് മാത്രമാണ് യേശു പറഞ്ഞതെല്ലാം മനസ്സിലായത്, കൃത്യസമയത്ത് ഓർത്തത്. മറുമൂലയിൽ പോയപ്പോഴും പത്രോസും യാക്കോബും യോഹന്നാനും അവിടെ ഉണ്ടായിരുന്നെങ്കിലും അവിടെ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഗ്രഹിച്ച് ഹൃദയത്തിൽ സൂക്ഷിച്ച് അത് കൃത്യസമയത്ത് ഓർത്ത് കർത്താവിൻ്റെ കുരിശിന് ചുവട്ടിൽ നിൽക്കാൻ യോഹന്നാന് മാത്രമേ കഴിഞ്ഞുള്ളൂ. അത് നമ്മൾ പഠിച്ചിട്ടുള്ള വിഷയമാണ്. ബാക്കിയുള്ളവരുടെ അശ്രദ്ധകൾ, അത്യാഗ്രഹങ്ങൾ, മനസാക്ഷിയുടെ വികലതകൾ, ദുർമനസാക്ഷി, ഇവയൊക്കെയും നമ്മുടെ മനസ്സിനെ അസ്ഥാനത്തേക്ക് തിരിച്ചു കളയും. ഈ 12 ശിഷ്യന്മാരുടെ 12 സ്വഭാവം നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. മാറി മാറി ആ സ്വഭാവങ്ങൾ നമ്മളെ പിടികൂടാൻ സാധ്യതയുണ്ട്. കർത്താവ് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരും 12 തരം മനുഷ്യരുടെ പ്രതിനിധികളാണ്. നമ്മൾ അതിലേതെങ്കിലും ഒരു കൂട്ടമായിരിക്കും. അത് നമ്മൾ ആർക്കെല്ലാം കുരിശുണ്ടാക്കി എന്നുള്ളതിൽ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കട്ടെ. ഈ 12 പേരെയും കർത്താവ് വഹിച്ചു, സഹിച്ചു. അവരാരെയും തള്ളിക്കളഞ്ഞില്ല, ഉപേക്ഷിച്ചില്ല, പരിഹസിച്ചില്ല.
ഇവരെക്കുറിച്ചുള്ളതായ തൻ്റെ പരാതികളും പരിഭവങ്ങളും പിതാവിനോട് മാത്രം പറഞ്ഞു. അതിൻ്റെ മധ്യത്തിൽ തൻ്റെ ഒരു ചുമതലയും മാറ്റിവെച്ചുമില്ല. ഈ 12 പേരും കർത്താവിനെ സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഉറങ്ങിപ്പോയപ്പോൾ, പറഞ്ഞത് മുഴുവൻ മറന്നു കഴിഞ്ഞിരിക്കുമ്പോൾ ഈ കാര്യം പിതാവിനെ അറിയിച്ചു. എനിക്ക് സഹിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അറിയിച്ചു. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു മാലാഖ വന്ന് സഹായിച്ചു എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്താണ്? നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ സഹിക്കാൻ പാടില്ലാത്ത ഭാരങ്ങൾ നമുക്ക് വരും. ആത്മീയവും മാനസികവും ശാരീരികവുമായ ഭാരങ്ങൾ വരണം. ഈ ലോകം ഭരിക്കുന്ന പിശാചായതുകൊണ്ടാണ്. നീതിബോധമില്ലാത്ത അത്യാഗ്രഹിയും അസൂയക്കാരനും ദൈവത്തോട് ശത്രുതയുള്ളവനുമായ പിശാചാണ് ലോകം ഭരിക്കുന്നത്. ആ ലോകത്തെ നമ്മൾ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്നും നമുക്ക് അമിതമായ ഭാരം ഉണ്ടായിരിക്കും. നമ്മളെ കരുതുന്നവർ വളരെ ചുരുക്കമായിരിക്കും. കരുതുന്നവർ തന്നെ കൂറുമാറി കരുതാത്തവരായി മാറാം. ഇതൊക്കെ ഈ ലോകത്തിലുള്ളതാണ്. യേശു നമുക്ക് കാണിച്ചിരിക്കുന്ന മാതൃക, ദൈവം തമ്പുരാൻ തന്നെ മനുഷ്യനായി വന്നിട്ട് ഈ ലോകത്തിൽ, പിശാച് ഭരിക്കുന്ന ലോകത്തിൽ എങ്ങനെ അവൻ ഉണ്ടാക്കിയതായ കഷ്ടങ്ങൾ സഹിച്ച് രക്ഷ പ്രാപിച്ചു. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഈ ലോകം ഭരിക്കുന്ന പിശാചും കർത്താവുമായിട്ട് കണ്ടുമുട്ടുന്നതായ സമയം അവിടെ നമ്മൾ കാണുന്നു. അതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട പാഠം എന്താണ്? കുരിശുകൾ വരുന്ന വഴി, കുരിശെടുത്തുകൊണ്ട് പോകേണ്ട വഴി, കുരിശെടുത്ത് ഇടം പ്രാപിക്കേണ്ട മനോഭാവം അവിടെ കർത്താവ് നമ്മളോട് കാണിക്കുന്നു. ദൈവം സൃഷ്ടിച്ച ആദാമിന് കൊടുത്തതായ ഏദൻ തോട്ടവും ഭൂമിയും ദൈവം പറഞ്ഞ വചനം മറന്നിട്ട്, അവഗണിച്ചിട്ട്, തള്ളിക്കളഞ്ഞിട്ട്, പിശാച് പറഞ്ഞ ഭോഷ്ക് വിശ്വസിച്ചിട്ട് ഏദൻ തോട്ടവും അവരുടെ വസ്ത്രവും അവരുടെ തേജസ്സും അവരുടെ സ്ഥാനവും മാനവും ദൈവമക്കളെന്നുള്ള പദവി എല്ലാം നഷ്ടപ്പെട്ട് അവർ പാതാളം വരെ പോകുന്ന ആ സാഹചര്യത്തിൽ ഏദൻ തോട്ടത്തിൽ നിന്നും ആദാമേവയും പുറത്താക്കിയ ആ പിശാച് ദൈവസന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചെറുക വിടർത്തി മറിക്കുന്ന ചെരുവായിരുന്നു. ആ രണ്ടു കൂട്ടരും ഭൂമിയിൽ ദൈവത്തിന് ശത്രുക്കളായി, ദൈവത്തിൻ്റെ വചനം തള്ളിക്കളയുന്നവരായ മനുഷ്യരെ പാപികളാക്കി അവരെ കൊടികുത്തി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാര്യം കർത്താവ് തൻ്റെ പരിശുദ്ധ ശുശ്രൂഷയുടെ അവസാന ഘട്ടം വരുമ്പോൾ തുറന്നു പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷെ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വചനമുണ്ട്. അതെവിടെയാണെന്നറിയാമോ? 16 അവസാനത്തെ വാക്ക്. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് സമാധാനം വേണമെങ്കിൽ കർത്താവ് നമ്മളോട് സംസാരിക്കണം. കർത്താവിന് സംസാരിക്കുവാൻ പറ്റിയ ഇടങ്ങളിലും സമയങ്ങളിലും വിധത്തിലും നമ്മൾ ഇരുന്ന് കൊടുക്കാറുണ്ടോ? കാത്തിരിക്കാറുണ്ടോ? അതിന് തൊട്ട് പുറകെ പറയുന്നത് കുരിശിൻ്റെ കാര്യമാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്. എന്തുകൊണ്ടാണ് ലോകത്തിൽ കഷ്ടതയുള്ളത്? ലോകം ഭരിക്കുന്നത് ലോകത്തിൻ്റെ പ്രഭുവായ പിശാചാണ്. ആ പിശാചിനെ കർത്താവ് ന്യായം വിധിച്ചെങ്കിലും, അവന് തലചതച്ചെങ്കിലും അവൻ്റെ ഉടലും അവൻ്റെ വാലും ഇപ്പോഴും സജീവമാണ്. അത് നമ്മളെക്കൊണ്ട് അതിനെ പരാജയപ്പെടുത്താനാണ് അവസരം നൽകിയിരിക്കുന്നത്. അപ്പോൾ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനങ്ങൾ നിന്ന് കിട്ടുന്ന സമാധാനം ലോകത്തിലെ കഷ്ടതകൾ ആ കുരിശിനെ ഉയർപ്പിൻ്റെ അനുഭവമാക്കാൻ നമ്മളെ എത്ര നാളും സഹായിച്ചിട്ടുണ്ട്. എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്തെ ജയിച്ചവനായ യേശു നമ്മളെയും ലോകത്തെ ജയിക്കാൻ വേണ്ടി ലോകത്തിലിട്ടിരിക്കുന്നു. അപ്പോൾ ലോകത്തെ ജയിച്ചവനായ സ്വർഗീയ മണവാളൻ്റെ മണവാട്ടിയാണെങ്കിൽ നമ്മളും ജയിച്ചേ മതിയാവും. തോറ്റവർക്ക് മണവാട്ടിയാകാനൊക്കുകയില്ല. അപ്പോൾ ജയിച്ചവരെ ശേഖരിച്ച് മണവാട്ടി സഭയെ ഉണ്ടാക്കി നിത്യതയിൽ നിത്യരാജാവിൻ്റെ രാജ്ഞിയായി നിത്യതയിൽ ജീവിക്കുവാനുള്ള വലിയ വിളിയാണ് നമുക്കുള്ളത്. അപ്പോൾ പിശാചിന് ആദാം ഹവ്വ എഴുതി കൊടുത്ത
വിറ്റ് കളഞ്ഞതായ ലോകത്തിൽ ദൈവത്തിന് മനുഷ്യർക്ക് ഉണ്ടായിരുന്ന പദവികൾ, അനുഗ്രഹങ്ങൾ, അനുഭവങ്ങളെല്ലാം പിശാച് തട്ടിയെടുത്തു. പിശാചിനെ ഈ ആദാം ഹവ്വ വിറ്റതായതുകൊണ്ട് ദൈവം അതിനെ ആദരിക്കുകയാണ്. സൽഗുണപൂർണനായ പിതാവിൻ്റെ ആദരവും ശത്രുസ്നേഹവും എത്ര അത്ഭുതകരമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മാതാപിതാക്കളുടെ വസ്തുവകൾക്ക് മക്കൾക്ക് അവകാശമുണ്ട്. പ്രായപൂർത്തിയായ ഒരു മകന് അപ്പൻ്റെയും അമ്മയുടെയും വസ്തുവകൾ എഴുതി കൊടുത്ത് അവർക്ക് അവരുടെ പേരിൽ അതായി കഴിഞ്ഞാൽ അപ്പനോടും അമ്മയോട് ചോദിക്കാതെ വേണമെങ്കിൽ ഈ വസ്തു ആർക്കെങ്കിലും എഴുതി കൊടുക്കാം. ഇത് അപ്പൻ്റെ അമ്മയുടെ ശത്രുവിന് തന്നെ വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെ അപ്പൻ്റെ അമ്മയുടെ അനുവാദമില്ലാതെ അപ്പനും അമ്മയും മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതായ വസ്തുവകൾ എന്തെങ്കിലും തൊട്ടടുത്തുള്ള ശത്രുവായ ആളിന് ഏതെങ്കിലും സ്ഥാപിത താല്പര്യത്തോടെ മക്കൾ അല്ലെങ്കിൽ മകൻ എഴുതി കൊടുത്താൽ മര്യാദക്കാരനായ, നീതിമാനായ, സൽഗുണപൂർണനായ പിതാവ് അതിനെ ആദരിക്കേണ്ടി വരും. കാരണം ഈ വസ്തു എൻ്റേതായത് ഞാൻ അവന് കൊടുത്തു, അവൻ എന്നോട് ചോദിക്കാതെ എൻ്റെ ശത്രുവിന് കൊടുത്തു. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയില്ല. ശത്രു എൻ്റേതാണ്, നിൻ്റേതല്ലെന്ന് പറയുമ്പോൾ നിൻ്റേത് തന്നെയാണ്, നീ കൊണ്ടുപോകാൻ പറയും. വഴക്ക് പിടിക്കാൻ പോവുകയില്ല. അവന് കിട്ടിയതിനെ ആദരിച്ചുകൊണ്ട് അവന് തൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെന്ന് പറയും. ആദാമും ഹവ്വയും പാപം ചെയ്ത് പിശാചിന് വിറ്റതായ ഭൂമിയെ പിശാചിന് തന്നെ കൊടുത്തു. നീ അനുഭവിച്ചു. അവിടെ തന്നെ എൻ്റെ മക്കളായി തീരാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. ആ മക്കൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുക. ഒന്ന് പിശാചിൻ്റെ കൂടെ വേണേൽ കൂടാ, പിശാചിനെ വീഴ്ച എൻ്റെ കൂടെ കൂടാ, ഏതുകൊണ്ടെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും അവരുടെ വ്യക്തിത്വത്തെയും ദൈവം ആദരിക്കുന്നു. ഈ നല്ലവനായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ യേശുക്രിസ്തു കാണിച്ചതായ ആ മനോഭാവം നമുക്കുണ്ടോ? പിശാചിന് വിൽക്കപ്പെട്ട ലോകത്തിൽ വന്ന് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി എന്ത് വിഷമിച്ചാണ് കർത്താവ് ഒരു സ്ത്രീയിൽ നിന്ന് മനുഷ്യനായി പിശാചിന് തലയറിക്കാൻ പോയ വഴി അത്ര ഞെരുക്കമുള്ളതായിരുന്നു. കാരണം പിശാചിന് വിൽക്കപ്പെട്ട ഭൂമിയിൽ കർത്താവിന് ജനിക്കാൻ ഇടമില്ല, ജനിക്കാൻ അവൻ സമ്മതിക്കുകയുമില്ല. അതുകൊണ്ട് അവൻ അറിയാതെ ജനിക്കേണ്ടി വന്നു. അവന് ഒട്ടും പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് വളരെ ഞെരുങ്ങി പിറക്കേണ്ടി വന്നു. കാരണം ലോകം മുഴുവൻ കയ്യിലായിരിക്കുന്നു. അതുകൊണ്ടാണ് കന്യമറിയാമൻ ഉറച്ചിരുന്ന കല്യാണം രഹസ്യമായി മാറ്റിവെച്ച് ജോസഫിനോട് പറയാതെ, ആരെയും അറിയിക്കാതെ രഹസ്യമായൊരു ഗർഭധാരണം നടത്തി ആ യേശു കുഞ്ഞ് തനിക്ക് യാതൊരു അവകാശവും അധികാരവും ഇല്ലാത്ത പിശാചിന് വിൽക്കപ്പെട്ട സ്ഥലത്താണ് അവൻ്റെ തലചതയ്ക്കാൻ വേണ്ടി ജനിക്കുന്നത്. അത് ഒരു കടന്ന യുദ്ധതന്ത്രമായിരുന്നു. അങ്ങനെ വളരെ ഞെരുങ്ങി ഒരു പാറപ്പത്തിൽ പിറക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് കന്നുകാലിക്കുട്ടി കൊതുകടി കൊണ്ട് കിടക്കേണ്ടി വന്നു. ആ ഹേരോദാവിന് ഇവനെ കൊല്ലാനുള്ള അധികാരമുള്ളതുകൊണ്ട് ആ അധികാരത്തെയും ദൈവം ആദരിക്കുകയാണ്. ഹേരോദാവിന് ഈ കൊച്ചിനെ കൊല്ലാനുള്ള അധികാരമുണ്ട്, കഴിവുണ്ട്, ശക്തിയുണ്ട്, അതിന് സമയവുമുണ്ട്. അതിനെയും ദൈവം ആദരിച്ചിട്ടാണ് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയത്. ഇതെല്ലാം ഈ ലോകത്തിലെ കഷ്ടതകളുടെ ഭംഗാണ്. അപ്പോൾ ഈ ലോകത്തിൽ ദൈവമക്കളായി തീരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവപുത്രനുണ്ടായതായ എല്ലാ ഞെരുക്കങ്ങളും വരും. അത് കർത്താവ് സഹിച്ചതുപോലെ സഹിച്ചാൽ നമുക്ക് ഈ ലോകത്തെ ജയിക്കാൻ സാധിക്കും. ഈ ഉൾക്കാഴ്ച നമുക്കുണ്ട്. അവിടെ നമുക്ക് ഞെരുക്കങ്ങളും കഷ്ടങ്ങളും വരുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കുകയല്ല വേണ്ടത്. എനിക്കെന്നാ ഇങ്ങനെ, എന്നെക്കൊണ്ട് പറ്റിയില്ല എന്നല്ല പറയേണ്ടത്. എൻ്റെ കർത്താവിന് മേലാന്ന് പറഞ്ഞപ്പോഴും ഒരു ദൂതൻ വന്ന് സഹായിച്ചു. നമുക്കും എല്ലാവരും കൈവിട്ട് ഈ ലോകം പിശാച് ഭരിക്കുന്ന ലോകത്തിലെ ആത്മീകവും മാനസികവും ശാരീരികവുമായ കഷ്ടതകളുടെ മധ്യത്തിൽ ഒറ്റപ്പെടും. ആര് സഹായിക്കാനില്ലാതെ വരും, എല്ലാവരും കൈവിടും, സഹിക്കാൻ കഴിവില്ലാതെ വരും. ഇതെല്ലാം പിതാവിനെ അറിയിച്ചാൽ അന്നേരം തരാൻ വെച്ചിരിക്കുന്ന സഹായമുണ്ട്. അത് എമർജൻസി കോട്ടയാണ്. ആ എമർജൻസി കോട്ട അന്നേരേ കിട്ടുകയുള്ളൂ. അതിന് പ്രത്യേക അപേക്ഷ സമർപ്പിക്കുകയും വേണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ കൂടെ എല്ലാ വഴികളും അടഞ്ഞാലും
ഏറ്റവും അവസാനത്തെ സമയം നമുക്ക് തരാൻ വെച്ചിരിക്കുന്ന, അടിയന്തരാവസ്ഥയിൽ മാത്രം തരാൻ വെച്ചിരിക്കുന്ന സഹായങ്ങളും തുണകളും ഇണകളും ഒക്കെ ഉണ്ട്. ഇക്കാര്യം അറിയിക്കണം. അപ്പം ജനിക്കാനിടവില്ലാതെ കഷ്ടപ്പെട്ടു, വളരാൻ കഷ്ടപ്പെട്ടു, 4 കൊല്ലം അലഞ്ഞൊലഞ്ഞ് മിസ്രൈമിൽ കഴിയേണ്ടി വന്നു, നസ്രയത്തിൽ അജ്ഞാതനായി കഴിയേണ്ടി വന്നു, 40 ദിവസം നോയമ്പെടുത്ത് പിശാചിനെ തോൽപ്പിച്ചതിന് ശേഷം പരശുശ്രൂഷ ആരംഭിച്ചപ്പോഴെല്ലാം ഓരോ ശുശ്രൂഷയും കഴിയുമ്പോഴും പിന്നെയും പരീക്ഷിക്കാൻ വരും. അപ്പോൾ ആ പനെ ജയിക്കാൻ വേണ്ടി മലയിലോട്ട് കയറിപ്പോവും. അവനെ തോൽപ്പിച്ച് ഓടിച്ചതിന് ശേഷം രാവിലെ ഇറങ്ങി വരും. പകൽ സമയത്ത് വരുന്നവരെല്ലാം ശുശ്രൂഷിക്കും. ഇറങ്ങിപ്പോകുന്നതെല്ലാം കൂടെ പിന്നെയും കൂടി തന്നെ വിഷമിപ്പിക്കും. അന്നേരം പിന്നെയും പർവ്വതത്തിലോട്ട് കയറി പോകും. ഇങ്ങനെ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും വേല തികച്ചും കർത്താവ് 33 കൊല്ലം കൊണ്ട് വേല മുഴുവൻ തികച്ചു. ഒന്നും കളഞ്ഞില്ല. മേലാന്ന് പറഞ്ഞെങ്കിലും മാലാഖ വന്ന് സഹായിച്ചു കൊടുത്തു. നിവൃത്തിയായെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. ഈ യേശുവിനെ അനുഗമിക്കുവാനും അനുകരിക്കുവാനുമാണ് നമ്മൾ ക്രിസ്ത്യാനിയായിരിക്കുന്നത്. ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളെ നമ്മൾ പ്രയോജനപ്പെടുത്തിയോ? നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് തടസ്സം ഉണ്ടായാലും എന്ത് പ്രതിബന്ധം ഉണ്ടായാലും യേശുവിൻ്റെ മാതൃകയിൽ അത് പിതാവിനെ അറിയിച്ചിട്ട്, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ നീങ്ങണം, ഞാൻ നിന്നെ മാത്രം സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സമാധാനം തരുന്ന വചനങ്ങൾ തരാമെന്നാണ് പറയുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും. നമുക്ക് ആ ധൈര്യം കിട്ടിയിട്ടുണ്ടോ? ആ ധൈര്യം കിട്ടത്തക്ക തരത്തിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് കിട്ടിയോ? ലോകത്തെ ജയിച്ച് യേശുവിൻ്റെ കൂടെ ഇരിക്കുവാൻ നമുക്ക് ഇന്ന് കർത്താവ് വന്നാൽ സാധിക്കുമോ? ജയിക്കുന്നവൻ കൂടെ ഇരിക്കുമെന്നൊരു വചനമുണ്ട്. എവിടെയാണെന്നറിയാമോ? ജയിക്കുന്നവർക്ക് മാത്രമേ കൂടെ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. അതെവിടെയാണോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സഹിക്കാമെങ്കിൽ കൂടെ വാഴാം എന്ന് 2 തീമോത്തിയോസ് 2 അധ്യായത്തിലുണ്ട്. ജയിക്കാമെങ്കിൽ കൂടെ ഭരിക്കാമെന്നുണ്ട്. രാജാവിൻ്റെ രാജ്ഞിയായി കൂടെ ഭരിക്കാം, സിംഹാസനത്തിൽ ഇരിക്കാമെന്നാണ് പറയുന്നത്. അതെവിടെ എഴുതിയിരിക്കണം? വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. വെളിപ്പാട് പുസ്തകം എത്ര അധ്യായത്തിലാണ്? ജയിക്കുന്നവരാണ് കൂടെ വാഴുന്നു എന്നുള്ള കാര്യം ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയാം. വെളിപ്പാട് പുസ്തകം 7 സഭകൾക്കുള്ള സന്ദേശങ്ങൾക്കിടയിൽ ഏത് സഭയോട് പറഞ്ഞതാണ് അത് നമ്മളോടും പറയുന്നതല്ലേ? ജയിക്കുന്നവൻ കൂടെ വാഴും. ആരെങ്കിലും കണ്ടു ആ വാക്ക്? വെളിപ്പാട് പുസ്തകത്തിൽ ഏത് സഭയ്ക്ക് കൊടുക്കുന്ന സന്ദേശത്തിലാണ് ജയിക്കുന്നവർക്ക് കൂടെ വാഴാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്? അപ്പോൾ ഈ ജയത്തിൻ്റെ രഹസ്യമാണ് പാട്ടുകാരൻ നമ്മളെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ്? യേശു ക്രിസ്തു മുഖാന്തരമേ നമുക്ക് ജയം കിട്ടുള്ളൂ. അത് എത്രാം വാക്യമാണ്? വെളിപ്പാട് 3:21 ജയിക്കുന്നവൻ ഞാൻ എന്നോടുകൂടെ എൻ്റെ സുഹാസത്തിലിരിക്കുവാൻ വരം നൽകും, ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സുഹാസത്തിൽ ഇരുന്നതുപോലെ തന്നെ. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവൾ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് കേൾക്കാതെ ചെവിയുണ്ടോ? ഈ ചെവി കളയുക എന്നുള്ളതാണ് പിശാചിൻ്റെ പരിപാടി. നമ്മുടെ ചെവിയും നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും മറ്റ് അസ്ഥാനങ്ങളിലേക്ക് തിരിപ്പിച്ച് കളഞ്ഞ് അങ്ങനെ നമ്മളെ തോൽപ്പിക്കാനാണ് പിശാച്. അതുകൊണ്ട് ഏകാഗ്രതയും നിർമ്മൃതയും വിട്ട് വഷളായി പോകാതെ സൂക്ഷിക്കണമെന്നുള്ള കാര്യം അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലോകത്തിലെ കഷ്ടതകളുടെ മധ്യത്തിൽ പിതാവിൽ ആശ്രയിച്ച് പുത്രനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ എല്ലാ അനുഭവങ്ങളെയും നേരിട്ടാൽ നമുക്ക് ജയം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് എന്തുമാത്രം കഷ്ടതകൾ വന്നു അതിൽ നിന്നെല്ലാം ജയിച്ചിട്ടാണ് അപ്പോൾ പരിശുദ്ധനായി വേല തികച്ചെന്നാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 15 അധ്യായത്തിൻ്റെ 57-ാമത്തെ വാക്യത്തിലാണ് ഞാൻ പറയുന്നത്, യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പം ജയിച്ചവനായ യേശു മുഖാന്തരമേ നമുക്ക് ജയിക്കാനൊക്കെ ഉള്ളൂ. നമ്മൾ തന്നെയല്ല ജയിക്കുന്നത്. നമ്മൾ തോൽവിയുടെ മധ്യത്തിൽ
ഭീഷണിയുള്ള മധ്യത്തിൽ യോഹന്നാൻ 16 അവസാനത്തിൽ പറഞ്ഞ വചനപ്രകാരം ജയിച്ചവനായ കർത്താവ് നമ്മളെ ജയിപ്പിച്ചു കൂടെ ഇരുത്താൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ കർത്താവിൽ ആശ്രയിച്ചാൽ കർത്താവ് നമ്മളെ ജയിപ്പിക്കും. അങ്ങനെ പൗലോസിനെ ജയിപ്പിച്ചു. നമ്മൾ തന്നെ ജയിക്കുകയല്ല. തോറ്റാലും ആരും നിരാശപ്പെടേണ്ട. തോറ്റോർ കോളേജിൽ നമ്മളെ പഠിപ്പിച്ച് ജയിപ്പിക്കുന്നവരെ കർത്താവിന് ട്യൂഷൻ എടുക്കാനായിട്ട് ഒരു മടിയുമില്ല. അത്രയ്ക്ക് സ്നേഹമാണ് നമ്മളോട്. ബുദ്ധിയില്ലാത്ത പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്ന ഒരു ടീച്ചറിന് മാത്രമായിട്ട് അരയ്ക്കണം. എത്ര പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം, കാണിച്ചു കൊടുക്കണം, എഴുതി കൊടുക്കണം, ചെയ്ത് കാണിക്കണം. എന്തെല്ലാം വിധപ്പാട് നടത്തിയാണ് ഒരാളെ ജയിപ്പിക്കുന്നത്. അപ്പോൾ ജയിച്ചവനായ ഒരു കർത്താവ് നമുക്കുള്ളപ്പോൾ ആ കർത്താവിനെ ആശ്രയിച്ച് സ്വർഗത്തിലെ പിതാവിനെ വിവരം അറിയിച്ചാൽ നമ്മളെ സഹായിക്കാൻ അവിടെ കരുതിയിരിക്കുന്ന മാലാഖമാർ, ദൂതന്മാർ നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരും. അവരെ അയക്കാൻ പറയണം. അങ്ങനെ ഗെത്സമന തോട്ടത്തിൽ മാലാഖ വന്ന് കർത്താവിനെ സഹായിച്ചതുകൊണ്ടാണ് കർത്താവിനെ കുരിശ് വലിച്ചുകൊണ്ടു പോകാൻ സാധിച്ചത്. ഗെത്സമന തോട്ടത്തിൽ രക്തം വേർക്കത്തക്കതായ അതിൻ്റെ ആ വലിയ പ്രശ്നം, രക്തയാണല്ലി കടിച്ചാലുണ്ടാകുന്ന ഒരു വിഷമാണെന്നാണ് പറയുന്നത്. രക്തയാണല്ലി എന്ന് പറഞ്ഞൊരു പാമ്പുണ്ട്. പാമ്പ് കടിച്ചാൽ ആ പാമ്പിൻ്റെ വിഷം കയറിയാൽ രക്തം ഉയർക്കുമെന്നാണ് പറയുന്നത്. ഭയങ്കര വേദനയാണ്. അപ്പോൾ രക്തയാണല്ലി കടിച്ചാലുണ്ടാകുന്ന പോലെ ഒരു വേദനയാണ് കർത്താവിന് ഗെത്സമനത്തോട്ടത്തിലുണ്ടായത്. പാമ്പിൻ്റെ കടിയേറ്റ് കർത്താവ് വേദനിച്ച് പുളഞ്ഞ് സഹിക്കാൻ മേലെന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് സഹായിച്ചു എന്നാണ് പറയുന്നത്. ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഈ സമയത്ത് താനിവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്ന് പൊട്ടിപ്പോയൊരു ഹൃദയവും കൊണ്ട് വല്ല ജോലിയും ചെയ്യാനൊക്കെ പോകും. തളർന്ന് കിടക്കാനല്ലാതെ സാധിക്കാത്ത സമയത്താണ് കർത്താവ് കുരിശും വലിച്ചുകൊണ്ട് പോയത്. ഇടയ്ക്കിടയ്ക്ക് വീണുകൊണ്ടിരുന്ന അതുകൊണ്ടാണ്. ലോകപ്രകാരം മാനുഷിക ശരീരത്തിൻ്റെ ഘടനയനുസരിച്ച് ചിന്തിച്ചാൽ ചങ്ക് പൊളിഞ്ഞ് തകർന്ന് വിഷവും കൂടെ കയറി ഇരിക്കുന്ന ആളാണ് ഈ കുരിശും വലിച്ചുകൊണ്ട് പോയത്. തനിക്ക് വേണേൽ ഒന്നാമത്തെ വീഴ്ച കഴിഞ്ഞ് ദേണ്ട് കിടക്കുന്നു, എന്നെക്കൊണ്ട് മേലെ പിന്നെങ്ങാനും ആട്ടെന്ന് തന്നെ പറയായിരുന്നു. ദൂതൻ പറഞ്ഞു, നമുക്ക് പരിപാടി പൂർത്തീകരിക്കാം, ഞാൻ നിന്നെ സഹായിക്കാം. ആ ദൂതൻ തന്നെയായിരിക്കാം പ്രേനക്കാരൻ ശിവനെ വിളിച്ചുകൊണ്ട് വന്നത് ഇതൊന്ന് താങ്ങി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ദൂതനുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വേലകൾ തീർക്കാനുള്ള ശക്തി തരും. ക്ഷീണം വന്ന് വീഴുകയാണെങ്കിൽ താങ്ങിത്തരും. അദൃശ്യമായി താങ്ങലിൻ്റെ കൂടെ ദൃശ്യമായ മറ്റുള്ളവരെ പിടിച്ചുകൊണ്ട് നമ്മുടെ സഹായത്തിന് ഏൽപ്പിക്കും. പ്രേനക്കാരൻ ശിവനൊരു യാത്രക്കാരനായി, ഒരു കാഴ്ചക്കാരനായി ഈ കുരിശ് വഹിച്ചുകൊണ്ട് പോകുന്ന യേശുവിനെ കണ്ടതേ ഉള്ളൂ. അപ്പം മാലാഖ ഇവനെ നിർബന്ധിച്ചൊന്ന് താങ്ങിക്കൊടുക്കാൻ സഹായിക്കാൻ പറയുകയാണ്. അതിൻ്റെ കാര്യം തന്നെ അത് ദൈവത്തിൻ്റെ ശബ്ദമായതുകൊണ്ട് അതനുസരിക്കുന്നതിന് അതൊരു രസമുണ്ട്. ദൈവശബ്ദം കേട്ടാൽ, സ്വീകരിച്ചാൽ അത് നടപ്പിലാക്കാൻ ഉള്ള ശക്തിയും കൂടെ അതിൻ്റെ കൂടെ കാണും. അതിനകത്ത് പ്രത്യേക പ്രോത്സാഹനത്തിൻ്റെ ശബ്ദം കൂടെയുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമ്മളോടൊന്ന് സംസാരിച്ചാൽ മതി, അത് സന്തോഷവും സമാധാനത്തിൻ്റെ നദി ഒഴുക്കി തരുമെന്നാണ്. ദൈവം സംസാരിച്ചിട്ട് വേണം ഏതെങ്കിലും കാര്യം ചെയ്യാൻ, എവിടേക്കെങ്കിലും പോകാൻ, എന്തിനെങ്കിലും അഭിമുഖീകരിക്കുവാൻ. അതുകൊണ്ട് കർത്താവിന് പിതാവിനോട് സംസാരിച്ചപ്പോൾ പിതാവ് കൊടുത്തതായ മാലാഖയുടെ സംസാരവും മാലാഖയുടെ സാന്നിധ്യവും എനിക്ക് ധൈര്യവും പ്രത്യാശയും നൽകി. കുരിശ് വലിച്ചുകൊണ്ട് പോകുമ്പോൾ മാനുഷിക പ്രകാരം താൻ വീഴുന്നെങ്കിലും വീണ്ടും ശക്തി കൊടുത്ത് ആ കുരിശ് വലിച്ചുകൊണ്ട് പോകാനും ഇടയ്ക്കൊരു വിശ്രമം കിട്ടാൻ വേണ്ടി, ഇടയ്ക്കൊരു ഇടക്കാലാശ്വാസം കിട്ടാൻ വേണ്ടി കുറേനക്കാരൻ ശിമോനെ നിർബന്ധിച്ച് അവനെ കൊണ്ട് ജയിപ്പിക്കും. ഇതെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം കരുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ബന്ധവുമില്ലാത്ത, ഒരു കടപ്പാടും ഇല്ലാത്തവരായിരിക്കും നമ്മളിവരെ ആപത്തിൽ സഹായിക്കുന്നത്. ദൈവം മാലാഖയെ കൊണ്ട് ജയിപ്പിക്കുന്ന പണിയാണ്. ഒരു അപകടം ഉണ്ടായി, വഴിയിൽ നമ്മൾ മരണവുമായി മല്ലടിച്ച് കിടക്കുമ്പോൾ നമ്മളൊരു ബന്ധവും ഇല്ലാത്ത ഒരു വഴിപോക്കനായിരിക്കാം നമ്മൾ പിടിച്ചു പോക്കുന്നതും നമുക്ക് വെള്ളം തരുന്നതും നമ്മൾ തലോടുന്നതും ആശുപത്രി കൊണ്ടുവന്നതും അവരായിരിക്കും. നമ്മൾ പ്രതീക്ഷിച്ച് ആരും ആകണമെന്നില്ല. അത് ദൈവത്തിൻ്റെയും മാലാഖയുടെയും സഹായത്തിൻ്റെ ഒരു അടയാളമാണ് അതിൻ്റെ അർത്ഥം.
അപ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ മാലാഖായി ആ കുറേനക്കാരെ ശിമോനെ പോലെ ആരെങ്കിലും കൊണ്ടുത്തരും, ആരുമില്ലെങ്കിൽ നേരിട്ട് സഹായിക്കും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ശക്തി തരും. ഇതൊക്കെ കർത്താവ് നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അങ്ങനെ നമ്മൾ നാൾതോറുള്ള കുരിശിനെ തിരിച്ചറിയുന്നുണ്ടോ, ദൈവത്തിൽ ആശ്രയിച്ച് അതിനെ ജയിക്കുന്നുണ്ടോ, അത് നമ്മുടെ പ്രാണനെ കർത്താവിൻ്റെ ഉള്ളിൽ എത്തിക്കാൻ സഹായിക്കുന്നുണ്ടോ എന്നൊക്കെയുമാണ് ഈ ശ്രീവായ്ക്ക് ശേഷമുള്ള രണ്ടാം ഞായറാഴ്ചത്തെ വേദഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വചനങ്ങൾ മറന്നു പോകുന്നവർ നമ്മളെ ഇട്ടിട്ട് പോകും. വചനം ഓർമ്മയുള്ളവർക്ക് മാത്രമേ കൂട്ടുവേല ചെയ്യാനോ സഹായിക്കാനോ സഹകരിക്കാനോ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെ സഹായിക്കുന്ന ദൈവം ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ ആരാധനയും ധ്യാനം മുടക്കാതിരുന്നാൽ അതെല്ലാം നന്മയ്ക്കാവുമെന്ന് കർത്താവ് ഇതാ നമ്മളെ പഠിപ്പിക്കുകയും. ഈ മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 5-12 മറ്റൊരു കുരിശ് പരീശന്മാരുടെയും സാധുക്കരുടെയും ഉപദേശങ്ങളും ചിന്താഗതികളും ഉണ്ടാകുന്ന മാനസിക സംഘടന, വിഷമങ്ങൾ. സാധുക്കരുടെയും പരീശന്മാരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറയാൻ കാരണം എന്താണ്? കർത്താവിനെയും കർത്താവിൻ്റെ ശിഷ്യന്മാരെയും നിശ്ചിതമായി വിമർശിച്ച് കുറ്റങ്ങൾ കണ്ടുപിടിച്ച് കേസുകളുണ്ടാക്കി ആരോപണങ്ങൾ ഉന്നയിച്ച് പുറകെ നടന്ന് വിഷമങ്ങളുണ്ടാക്കിയ സാധുക്യരും പരീശരും എല്ലാ തലമുറയിലും എല്ലായിടത്തും കാണും. എല്ലാ ധ്യാനമന്ദിരങ്ങളിലും, എല്ലാ പള്ളികളിലും, എല്ലാ വീടുകളിലും, എല്ലാ സഭാകേന്ദ്രങ്ങളിലും ഈ സാധുക്യരും പരീശരും കാണും. നമ്മൾ ചിലപ്പോൾ ആ തലത്തിലേക്ക് വീണ് താന്നു പോയെന്നിരിക്കും. അപ്പോൾ നമ്മളറിയാതെ നമ്മൾ അനേകം കുരിശുണ്ടാക്കാൻ സാധുക്യരും പരീശരും ആയാൽ മതി എന്നുള്ള കാര്യം ഇതിനകത്തുണ്ട്. യേശുവിനെ കുരിശി കയറ്റിയത് പരീശന്മാരും സാധുക്യരും കൊടുക്കുകയാണ്. പരീശന്മാരെ കപടഭക്തരാണ്, ഭക്തി അഭിനയിക്കുന്നവരാണ്. സാധുക്യർക്ക് ഈ ലോകത്തിലെ ജീവിതത്തിലല്ലാതെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്തവരാണ് സാധുക്യർ. തിന്നുക കുടിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് കാര്യം കഴിയുമെന്ന് വിചാരിക്കുന്നതാണ് അവരെ. അപ്പോൾ ഈ ലോകത്തിലെ ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സാധുക്യരും പുറമേ ഭക്തിയും പള്ളിയും ആരാധനയും ധ്യാനവും ഒക്കെ ഉണ്ടെങ്കിലും ഹൃദയം ദൈവത്തിൽ നിന്നകന്ന് കപടഭക്തിയിൽ ജീവിക്കുന്നവരും നമുക്ക് കുരിശുണ്ടാക്കി തരും. അത് നമുക്ക് ഉയർപ്പാക്കാം എന്നുള്ള പാഠമാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഈ ശ്രീവായ്ക്ക് ശേഷമുള്ള രണ്ടാം ഞായറാഴ്ച സന്ധ്യയ്ക്ക് വായിക്കേണ്ട വേദഭാഗത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 34 മുതൽ 15-11 വരെ വായിക്കുമ്പോൾ കർത്താവിന് കുരിശുണ്ടാക്കിയ ഈ സാധുക്യരും പരീശരുമൊക്കെ അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് കർത്താവ് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അവരുടെ ഹൃദയമോ എന്നിൽ നിന്നും വളരെ അകന്നിരിക്കുന്നു. അവർ മാനുഷ്യ കൽപ്പനകളാകുന്ന ഉപദേശങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ സേവിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം എന്നെ എത്ര ശരിയായിരിക്കുന്നു. അപ്പം ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയും ബാഹ്യമായി ദൈവത്തോട് അടുത്തവരാണെന്ന് അഭിനയിക്കുകയും ചെയ്യുന്നവർ ഏത് കാലത്തും എവിടെയും ഉണ്ടാകാം. അവരെന്തുമാത്രം വേദന കർത്താവിനുണ്ടാക്കി അങ്ങനെയുള്ളവർ നമുക്ക് എന്തുമാത്രം അസ്വസ്ഥതകൾ വരുത്തുമെന്നുള്ള കാര്യവും കുടുംബജീവിതത്തിലും സന്യാസ ജീവിതത്തിലും സഭാജീവിതത്തിലും ഹൃദയങ്ങൾ അകന്നുപോയവരുടെ വിടവിൽ പിശാച് കയറും. പിശാചിൻ്റെ പരിപാടിയാണ് ഹൃദയങ്ങളെ തമ്മിൽ അകത്തുക എന്നുള്ളത്. ഭാര്യയും ഭർത്താവിനെയും അപ്പനെയും മക്കളെയും സഹപ്രവർത്തകരെയും എല്ലാം തമ്മിൽ അകത്തി ആ വിടവിനകത്ത് അവൻ കയറി അവിടെ കുത്തിക്കൊണ്ടിരിക്കും. ഈ കഷ്ടത നിങ്ങൾ സഹിച്ചിട്ടുണ്ടോ? ഇതിനെ അതിജീവിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതെല്ലാം സഹിച്ച കർത്താവിനോട് ഇതെല്ലാം പറഞ്ഞാൽ കർത്താവ് അതിനെയൊക്കെ ജയിക്കാനുള്ള മനോഭാവം വചനത്തിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അങ്ങനെ രാവും പകലും വചനം ധ്യാനിച്ച് ചെയ്യുന്നതൊക്കെ സാധിക്കുന്ന വാക്യാവസ്ഥയിൽ എത്തിച്ചേരുവാൻ കുരിശിൻ്റെ വഴികൾ, കുരിശെടുത്തുകൊണ്ട് പോകേണ്ട വഴികൾ, കുരിശെടുത്ത് കീടം പ്രാപിക്കുവാനുള്ള ഈ മനോഭാവം സ്വന്തമാക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ശ്രീവായുടെ ശേഷമുള്ള രണ്ടാം ഞായറാഴ്ച വായിക്കേണ്ട വേദഭാഗങ്ങൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കി. കർത്താവിന് വന്നതായ കുരിശുകൾ, പെന്തിക്കോസ്തേ പെരുന്നാളിന് ശേഷം ശിഷ്യന്മാർക്കുണ്ടായ കുരിശുകൾ, ഈ കഴിഞ്ഞ 20 നൂറ്റാണ്ടുകൾക്കിടയിൽ ലോകത്തിലെ പലയിടങ്ങളിൽ പലർക്കുണ്ടായ കുരിശുകൾ, അതെല്ലാം അവർക്ക് ഉയർപ്പിൻ്റെ അനുഭവത്തിലെത്തി ഓട്ടം ഓടി വിശ്വാസം കാത്ത് നല്ല പോർവരുത് ജന്മസാഫല്യം അടഞ്ഞ അനേക സാക്ഷികളുള്ള സംഭവം ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഞങ്ങളും അവരെത്തിയ സ്ഥലത്ത് ഓട്ടം ഓടി വിജയിക്കുവാൻ
കർത്താവ് ജയിച്ചതായ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ജയം നൽകുവാൻ, ഈ സൗജന്യമായി ജയം നൽകുവാൻ താല്പര്യമുള്ള ആളായതുകൊണ്ട് ഞങ്ങളൊന്നും സ്വന്തമായി നേരിടാതെ കർത്താവിനോടൊത്ത് ജയിച്ചവനോട് എല്ലാം പങ്കിട്ട് ഞങ്ങൾ ജയിക്കുന്നവരായി കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം പാടി ജനസാവലയോടെ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയിലേക്ക് തന്നെ.